പാവപ്പെട്ട അൽമായരെ ഊറ്റി സഭയ്ക്ക് അതീതരായി ഈ മെത്രാന്മാർ അതിരുകൾ താണ്ടി വളരുന്നതാണ് വിശ്വാസികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ മേക്കൻ എന്ന വണ്ണം പൗരോഹിത്യ ഫാക്ടറികൾ തുറന്നു വെച്ചപ്പോൾ അവിടെ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളെല്ലാം വിഭാഗീയത നിറഞ്ഞ വിമത ആശയങ്ങളായിരുന്നു. ഇറങ്ങിയ ഉൽപ്പന്നങ്ങൾ മൊത്തം വിമത വൈദികരും. സഭ അധികൃതർക്ക് വേണ്ടത് സ്ഥാപനങ്ങളും സമ്പത്ത് നടത്താനുള്ള മാനേജർമാരെയും പിന്നെ കുറെ അടിമ വിശ്വാസ ജനത്തിനെയുമാണ്. ഈ വിശ്വാസ ജനത്തെ നയിക്കാൻ അവർക്ക് കുറച്ച് അധിപന്മാരെയും വേണം. അതാണ് വിമത മെത്രാന്മാർ, വിമത വൈദികർ. ഇതിന്റെ എല്ലാം പരിണിത ഫലമായി വിശ്വാസികൾ ഊർദ്ധശ്വാസം വലിക്കുന്ന അവസ്ഥയിലാണ്. വിശ്വാസം ക്ഷയിച്ചു. മേൽപ്പട്ടക്കാർ വഞ്ചകരായി. അവർക്കൊരു ധാർമ്മികതയുമില്ല എന്ന് പല തവണയെ തെളിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസമോ ആത്മീയതയോ അവർക്ക് തൊട്ട് തീണ്ടില്ല. സമ്പത്താണ് സഭയ്ക്കും അവർക്കും വലുതെന്ന് അവർ തന്നെ തെളിയിച്ചു. പട്ടക്കാർ വൈദിക വൃത്തിയെ ഒരു ജോലിയായി മാത്രം കാണുന്നൊരു ഗതികേടാണ് ഇപ്പോൾ എറണാകുളം മങ്കാമലി അതിരൂപത ഉദാഹരണമായി എടുത്താൽ മനസ്സിലാക്കുന്നത്. ധാർമ്മികതയും പൗരബോധവും പഠിപ്പിക്കുന്ന അതേ പള്ളിയിൽ കള്ളപ്പണം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നവരെ കാണിച്ചു തരുന്നു എന്നാണ് പുറത്തെ ആരോപണം. വിശ്വാസികളുടെ തലമുറകൾ തകർന്നുകൊണ്ടേയിരിക്കുന്നു, എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.